നന്മയ്ക്ക് കയറുകയാണ്. നന്ദി ശ്രീ ഷാജി ചെയർമാൻ കാവാലം. ഒന്നാം ട്രാക്കിലൂടെ തലവടി വരുന്നു. 2023 പുതുവത്സരത്തിൽ പിറന്നവൻ അവൻ വരികയാണ്. ആറാം തമ്പുരാൻ വരികയാണ്. ആദ്യ മത്സരം നെഹ്റു ട്രോഫിയിൽ 2023 ആറാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടവൻ. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ട്രോഫി നേടിയവൻ UBC കൈനകരിയുടെ കരുത്തിൽ മത്സരം ആരംഭിച്ചിട്ടുണ്ട്. ഒന്നാം ട്രാക്കിൽ തലവടി, രണ്ടാം ട്രാക്കിൽ ജവഹർ, മൂന്നാം ട്രാക്കിലൂടെ നിരണത്തിന്റെ പ്രജാപതി കടന്നു വരികയാണ്. KG എബ്രഹാം കാട്ടുനിലത്ത് പടനായകനായ ഇന്നിവിടെ ഈ വള്ളത്തിന്റെ ക്യാപ്റ്റൻ റെന്നി അടിവാക്കലാണെങ്കിലും ഞാൻ KG എബ്രഹാമിനെ ഓർമ്മിക്കുകയാണ്. അതിന്റെ സെക്രട്ടറി അജിൽ പുരയ്ക്കലാണ്. പ്രഥമ അപ്പർ കുട്ടനാട് ജലോത്സവത്തിലെ റണ്ണറപ്പാണ്. മാന്നാർ ജലോത്സവത്തിൽ 2022 23 ജയിച്ചവൻ. NCDC ബോട്ട് ക്ലബ് കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ ലൂസേഴ്സ് ഫൈനലിൽ വിജയിപ്പിച്ചവൻ. ബോട്ട് മാറ്റി കൊടുക്കേ, ബോട്ട് മാറ്റി. ഇതാ തലവടി വരുന്നു. തലവടി യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനകരിയുടെ കരുത്തിൽ വരുന്നു. നിരണം വരുന്നു. ഒന്നാം ട്രാക്കിലൂടെ തലവടി ഈ നമ്മുടെ കമന്റേറ്റർ ബോക്സോട് ചേർന്നുകൊണ്ട് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനകരി 12 തവണ നെഹ്റു ട്രോഫിയിൽ 2 ഹാട്രിക്കടക്കം വിജയിച്ച UBCയുടെ കരുത്തിലാണ് ടൗൺ ബോട്ട് ക്ലബ് തലവടി വരുന്നത്. റിക്സൺ ഉമ്മനിടത്തിൽ നമുക്കറിയാം ദ ഫോർത്ത് എന്ന ചാനലിലൂടെ ലോകത്തെ കോരിത്തെരിപ്പിച്ച ഞങ്ങളെല്ലാം വള്ളങ്ങൾ കാണിച്ച റിക്സന്റെ കരുത്തിൽ ഇതാ തലവടി ഈ നട്ടായത്തിന്റെ രാജകുമാരൻ അവൻ വരുമ്പോൾ നിരണത്തിന്റെ പ്രജാപതി സുനിൽകുമാർ കൈനകരി ലീഡിംഗ് ക്യാപ്റ്റനായ ആ വള്ളം അവർ വരികയാണ്. സതീഷ് കുമരകം അതിന്റെ ഒന്നാം പങ്കായമാണെങ്കിൽ തലവടി ചരിത്രമുണ്ട്. നമുക്കറിയാം ഒന്നാം തുടയിൽ ശ്യാംലാൽ, ഒന്നാം പങ്കായം കണ്ണൻ, രാഹുൽ പ്രകാശ് കൈനകരി ആണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ ബിജു ഒന്നാം പങ്കായം എടുത്തു നിൽക്കുന്നു. ബേസിൽ ലീഡിംഗ് ക്യാപ്റ്റനായ ജവഹർ ഉണ്ട്. അശ്വന്ത് പെരുമ്പിടാമ്പളം ക്യാപ്റ്റനായ ജവഹർ വരുന്നു. നിരണം റെന്നി അടിവാക്കൽ ക്യാപ്റ്റനായ നിരണം അല്പം പിപ്പിലാണോ ഇതാ തലവടി ഊരിയെടുക്കുന്നു. ഒന്ന് മാറിക്കൊടുക്കണേ, ഞങ്ങൾക്കത് കാണാൻ വേണ്ടി മാറിക്കൊടുക്കണം. തലവടി തന്നെ റിക്സൺ ഉമ്മന് തന്റെ 2ാം ജയം 2023 ജയിച്ച അതേ തലവടി യുണൈറ്റഡ് ബോട്ട് ക്ലബിന്റെ ബാലസിംഹങ്ങൾ വരുമ്പോൾ ഓവർ ടു ഷാജി ചെയർമാൻ കാവാലം. വരുന്നു 3 പടയാളികൾ, വീരയോദ്ധാക്കൾ. ആരാണ്? തലവടിയുണ്ട്, ജവഹറുണ്ട്, നിരണമുണ്ട്. ഈ ബൊമ്മയെ കീറിപ്പിളർന്നുകൊണ്ട് വിജയത്തിലേക്ക് കുതിക്കാൻ തലവടിയുടെ ബാലസിംഹങ്ങൾ യുണൈറ്റഡ് ബോട്ട് ക്ലബിന്റെ മിനിറ്റിൽ 96 പ്രാവശ്യം തുഴയിട്ടുകൊണ്ട് അമ്പോ എന്തൊരു മത്സരമാണ്. ഇല്ല, 3ാം ട്രാക്കിലൂടെ നിരണവും പാഞ്ഞു വരികയാണ്. ജവഹർ അല്പം പിൻപോട്ട് മാറിയോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇല്ല, 3 കൂട്ടരുമുണ്ട്. തലവടി മുൻപോട്ട് കുതിക്കുകയാണ്. ഒപ്പത്തിനൊപ്പമല്ല വള്ളം UBC കഴിഞ്ഞ ദിവസത്തെ വിജയങ്ങൾ കരസ്ഥമാക്കിയെങ്കിൽ ഇതാ കണ്ടില്ലേ എത്ര മനോഹരമായിട്ട് നിരണവും തമ്മിലുള്ള പോരാട്ടത്തില് ഇതാ റിക്സണിടത്തിൽ തലവടിയുടെ പൊന്നോമന പുത്രന്മാർ, തലവടിയുടെ അഭിമാനമായി മാറിയ തലവടി ചുണ്ടൻ ഇതാ മുൻപോട്ട് കുതിച്ചു പാഞ്ഞു വരികയാണ്. ഇതാ 2ാം സ്ഥാനത്തേക്ക് വരികയാണ്. നിരണം 2ാം സ്ഥാനത്ത് വരുന്നെങ്കിൽ 3ാമതായിട്ട് ഇതാ വരുന്നു ജവഹർ തായങ്കരി വരുന്നു. മാന്യ ശ്രോതാക്കളെ, 67ാമത് പമ്പാർ ജലോത്സവത്തിലെ ആരാണ് 67 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ളവരിൽ തലവടി ജയിച്ചെന്ന് ഞങ്ങൾക്ക് പറയാം. ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനം ജഡ്ജാണ് പറയേണ്ടത്. തലവടി 1ാമത് കടന്നുപോയി, നിരണം 2ാമത് കടന്നുപോയി, 3ാമത് ജവഹർ തായങ്കരി കടന്നുപോയെങ്കിൽ അതിന്റെ റിസൾട്ട് പറയേണ്ടത് അങ്ങ് ഫിനിഷിംഗ് പോയിന്റിൽ നിന്നുള്ള ജഡ്ജാണ്. ഞങ്ങളിവിടെ വിവരണം നൽകി